സംഭവം എന്തായാലും നല്ല സോഫ്റ്റ് പനീറാട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് പണി കിട്ടാറുണ്ടോ? ഇതിന് പിന്നിൽ നല്ലൊരു കഥ ഉണ്ട്. ഈ തിരുവോണത്തിന് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഏട്ടുണ്ട്. മൂപ്പര് എല്ലാ കൊല്ലവും നമുക്ക് പായസം ഉണ്ടാക്കാൻ പാലും തരും, അതുപോലെ തന്നെ അടയും തരും കേട്ടോ. അങ്ങനെ ഈ കൊല്ലം അതേപോലെ തന്ന് 4 പാക്കറ്റ് പാലുണ്ടായി. പാലെടുത്ത് പാലൊക്കെ കാച്ചാനൊക്കെ വെച്ചിട്ടോ. പാല് തിളച്ച് പഞ്ചസാര ഒന്നും ഇട്ടില്ലേ ഭാഗ്യത്തിന്. അങ്ങനെ പാല് തിളച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നായിട്ടാണ്ട് പിരിഞ്ഞോണ്ട് പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. പക്ഷേ പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെയൊക്കെ ആവും. അല്ലെങ്കിൽ സംഭവം മുഴുവനും പായസത്തിനുള്ള ഐറ്റംസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ പിരിഞ്ഞു പോവുക. ഈ കൊല്ലം ഭാഗ്യത്തിന് പായസത്തിൽ പാലിൽ പഞ്ചസാരയും സംഭവം ഒന്നും ഇട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ അതിനെടുത്തിട്ട് ഇതുപോലെ 3-4 തവണ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ച് ഇതുപോലെ ഒരു തുണിയിൽ കെട്ടി വെച്ച് 3/4 മണിക്കൂർ നേരം ഇതുപോലെ ഇങ്ങനെ ഉരലിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുത്ത് സംഭവം നല്ല പനീറായിട്ട് കിട്ടി. അപ്പോൾ തിരുവോണത്തിന് പായസം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല അടിപൊളി പനീർ കിട്ടിയിട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പണി കിട്ടീനോ? ഈ ഒരു തിരുവോണത്തിന് ആർക്കൊക്കെ ഇതുപോലുള്ള പണി കിട്ടി? പായസം ഉണ്ടാക്കാൻ വാങ്ങിയ പാല് ഇതുപോലെ പനീറായിട്ട് മാറിയാറുണ്ടോ? അല്ലെങ്കിൽ പായസത്തിന് വാങ്ങിയ പാല് ഒഴിവാക്കിയാലുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ പായസം പാല് പിരിയുമ്പോഴേ പനീറാക്കി വെക്കണ്ടി. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ.